കേരളത്തിലൊരു പിണറായി വിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഒരു പിണറായി വിരുദ്ധ സ്വഭാവം ആളുകൾക്കിടയിൽ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിരുദ്ധരിൽ ഒരാളായിട്ടാണ് ക്രൈം നന്ദകുമാറിനെ ആളുകൾ മനസ്സിലാക്കുന്നത്, കാണുന്നത്. താങ്കളുടെ ഒരു ബ്രാൻഡിങ് തന്നെ യഥാർത്ഥത്തിൽ പിണറായി വിരുദ്ധതയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ യഥാർത്ഥത്തിൽ CPM വിരുദ്ധനാണോ? CPM കേരളത്തിൽ ഒരു അനിവാര്യ ഘടകമാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഈ പിണറായി വിരുദ്ധത നിലനിൽക്കുമ്പോൾ തന്നെ CPM കേരളത്തിൻ്റെ ഒരു അനിവാര്യതയാണോ? ഇത് രണ്ട് തരത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഞാൻ പിണറായി വിരുദ്ധൻ എന്ന് പറയുന്നത് ഒഴിവാക്കി പിണറായി എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട മിത്രമായി മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു പത്രപ്രവർത്തനത്തിൽ ഏറ്റവും ടോപ്പുള്ള ഒരാൾ, ഏറ്റവും അധികം വില്ലനായ ആൾ, ഏറ്റവും ജനപിന്തുണയുള്ള ആൾ, ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ ഒരു അഴിമതിയുടെ കാര്യത്തിൽ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. പിണറായി വിജയൻ നടത്തിയ അഴിമതിയുടെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോന്നായി ഞാൻ പുറത്തു കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ എൻ്റെ ഓഫീസ് ആക്രമിക്കുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഞാൻ വിജയിക്കുന്നത്. എൻ്റെ ഓഫീസ് ആക്രമിച്ചില്ലെങ്കിൽ ഞാൻ അത്ര വിജയിക്കില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹവുമായി നടത്തിയ ലാവലിംഗ്, എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് അടുത്തൊരു വിജയമായിട്ട് കാണുന്നു. കാരണം എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്ത അതേ സമയത്ത് തന്നെ ഞാൻ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം എന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോഴേക്ക് തന്നെ അദ്ദേഹം കൊട്ടേഷൻ പിൻവലിച്ച് എന്നെ പ്രൊട്ടക്ട് ചെയ്തു. അന്ന് മുതൽ അദ്ദേഹം ഇന്ന് വരെ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ പിണറായി വിജയനെ കാണുന്നത്. അപ്പോൾ എൻ്റെ രക്ഷകൻ കൂടിയാണ് പിണറായി വിജയൻ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ടോപ്പുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കള്ളനെ തുറന്നു കാണിക്കുന്നതിൽ ഞാൻ വിജയിച്ചു. അന്ന് മുതലാണ് പിണറായി വിജയനെ കേരളത്തിൽ എല്ലാവരും എടുത്ത് അടിക്കാൻ തുടങ്ങുന്നത്. അതുവരെ പിണറായി വിജയനെ ആരെങ്കിലും തൊട്ടാൽ ആൾ പിറ്റേ ദിവസം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പിണറായി വിജയൻ കിരീടം വെക്കാത്ത രാജാവായി നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗുണ്ടാ സംഘം ഏത് സമയത്ത് ആക്രമിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഞാൻ ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി പുറത്തു കൊണ്ടുവരുന്നത്. അതിലൂടെ ഞാൻ പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഴിമതി പുറത്തു കൊണ്ടുവരികയും അത് ഏറ്റവും വലിയ നേതാവിനെ കുറിച്ച് ആവുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഏതെങ്കിലും പീറ നേതാവിനെ കുറിച്ച് പബ്ലിഷ് ചെയ്ത് എനിക്കെന്ത് കാര്യം, പബ്ലിക്കേഷൻ എന്ന കാര്യമുണ്ട്. കേരളത്തിൽ ഇത്രയൊക്കെ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം രാജാവിനെ അടിക്കുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വശം. മറുവശം നോക്കുമ്പോൾ പിണറായി കള്ളനാണെന്ന് തെളിഞ്ഞോടെ അദ്ദേഹം കേരളത്തിൽ അതിനെതിരെ ഏറ്റവും പോരാട്ടം തുടങ്ങിയത് ഞാനാണ്. അതുവഴി മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിലും പുറത്തും ധാരാളം ആളുകൾ അതിനെ ഏറ്റെടുക്കുകയും എല്ലാ പാർട്ടികളും ഇത് ഏറ്റെടുക്കുകയും പിണറായി വിരുദ്ധത കേരളത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. ആർക്ക് വേണമെങ്കിലും പിണറായി വിജയനെ എന്തും പറയാവുന്ന അവസ്ഥയിലെത്തിച്ചു. അങ്ങനെയാണ് ഞാൻ ബ്രാൻഡ് ചെയ്യപ്പെട്ടത്. അതൊരു സത്യമാണ്. കാരണം ഒരു വശം എന്ന് പറയുന്നത് എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ മെറിറ്റാണ് പറഞ്ഞെങ്കിൽ, മറുഭാഗത്ത് രാഷ്ട്രീയപരമായിട്ടും സമൂഹത്തിലുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്ത് എല്ലാവരെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വിജയം. യഥാർത്ഥത്തിൽ താങ്കളുടെ രാഷ്ട്രീയം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഭരണം ഒഴിയാനായിട്ട് ഇവർ കാത്തിരിക്കുകയാണ്. താങ്കൾ യഥാർത്ഥത്തിൽ CPM വിരുദ്ധനാണോ? CPM തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. CPM തകരരുതെന്ന് ആഗ്രഹിക്കുന്നു. CPM നിലനിൽക്കണം. കാരണം അതിന് കേരളത്തിൻ്റെ മണ്ണിനോടും ജീവജാലങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്, മനുഷ്യരോടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഭൂമിയായിട്ടാണെങ്കിലും കാർഷിക രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും എല്ലാ മേഖലകളിലും ഇവിടെ എത്രയധികം വളർച്ച ഉണ്ടാക്കുന്നതിൽ CPM വഹിച്ച പങ്ക് നമ്മൾ മറക്കാൻ പറ്റില്ല. EMSഉം AKGയും അതേപോലെയുള്ള പ്രമുഖരായ ആളുകൾ, കൃഷ്ണപിള്ളയെ പോലുള്ള ആളുകൾ ജീവൻ കൊടുത്ത്, ത്യാഗം കൊടുത്ത്, ചോര കൊടുത്ത് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് CPM. അതിന് കൃത്യമായൊരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയൊക്കെ മാറ്റി തട്ടിപ്പും വെട്ടിപ്പുമുള്ള നേതാക്കന്മാർ അതിൻ്റെ തലപ്പത്ത് വന്നതാണ് ആ CPM ഇങ്ങനെയൊക്കെ അപജയം വന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ കൂടിയിട്ട് അവർ പുറത്തു വരികയും അവരെ മൊത്തത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി ശുദ്ധീകരിച്ച് ആ മാർക്സിസ്റ്റ് പാർട്ടി പഴയ നിലയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ജാതി മതങ്ങൾക്കപ്പുറമുള്ളൊരു പ്രത്യയശാസ്ത്രമാണ്, മനുഷ്യൻ്റെ പ്രത്യയശാസ്ത്രമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല കാര്യം. എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ തട്ടിപ്പ് നടക്കാം, എങ്ങനെ ആൾക്കാരെ പറ്റിക്കാം, എങ്ങനെ കൊല ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അവർക്ക് പോണത്. അതിന് പ്രത്യയശാസ്ത്രവുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. നവമുതലാളിത്ത പാതയിൽ പോകുന്ന അവർക്ക് എങ്ങനെ കോടീശ്വരനാകാം എന്നുള്ളതാണ് ഭരണത്തിലിരിക്കുന്നവരെ ആകപ്പാടെ ചിന്ത. അപ്പോൾ അതിന് പകരം അത്തരം ആളുകളെയൊക്കെ ഒഴിവാക്കി പഴയ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന്
അത് നിലനിർത്തുന്നത് കേരളത്തിൻ്റെ ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ്. ഇപ്പം വലിയ വർഗീയതയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മൊത്തം നടക്കുന്നത്. ആളുകൾ വർഗീയമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലത്തിൽ കൂടുതൽ വർഗീയതയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ CPM ശരിക്കും അനിവാര്യതയാണല്ലോ ഒരു മതേതര സ്വഭാവം ആളുകൾക്കിടയിൽ രൂപപ്പെടുത്താൻ. CPM അനിവാര്യതയാണോ എന്ന് വെച്ചാൽ അത് നയിക്കുന്ന ആളുകൾ തട്ടിപ്പുകാരും അല്ലാത്ത ആൾക്കാർക്ക് ഒഴിവായി കഴിഞ്ഞ് അതിന് ദിശാബോധം നടത്താൻ കഴിവുള്ള ആൾക്കാരാണ് അതിന് മുന്നിലെങ്കിൽ തീർച്ചയായും അവരാവശ്യമാണ്. അല്ലാതെ അതിനെ നയിക്കാൻ കഴിവുള്ള ആൾക്കാർ വളഞ്ഞ വഴി കൂടെ പോയി കേരളത്തിലെ വർഗീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ടും ഗുണ്ടാ മാഫിയയുമായി ചേർന്നുകൊണ്ടും എങ്ങനെയും പണം തട്ടിയെടുക്കണം, ആളുകളെ കൊല്ലണം, ഇവിടെ ക്രമസമാധാനമൊന്നും വേണ്ട, ജീവിക്കാൻ സുരക്ഷിതമൊന്നും വേണ്ട, ഏത് തട്ടിപ്പ് നടത്തണം എന്നുള്ള രൂപത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ആ പാർട്ടീനും കൊണ്ട് ആവശ്യമില്ല. അതാണല്ലോ ഇപ്പോഴത്തെ പാർട്ടി. എന്നാൽ തിരിച്ച് VS അച്യുതാനന്ദനെ പോലെ EK നായരെ പോലെ EMSനെ പോലെ ഉള്ള ആളുകൾ കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം അത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. എത്ര കാലത്തെ ബന്ധമുണ്ട് കേരളത്തിൽ, പൊക്കിൾച്ചൊഴി ബന്ധമാണ് കേരളത്തിലെ ജനതയായിട്ടും ഈ ഭൂമിയുമായിട്ടുള്ളത്. അപ്പോൾ അത് വെട്ടിമാറ്റി ഇല്ലാതാക്കുന്നതിന് പകരം ആ പാർട്ടിയെ പഴയ രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ആ പാർട്ടി നശിക്കാൻ പാടില്ല. CPM നശിക്കാൻ പാടില്ല. CPM നശിക്കാൻ പാടില്ല. അതേ സമയത്ത് അതിലുള്ള കള്ളന്മാരൊക്കെ പുറത്ത് പോകണം. അത് ശുദ്ധീകരണം ആവശ്യമാണ്. എന്നിട്ട് പഴയ നിലയിലേക്ക് ശക്തമായ ഒരു ദിശാബോധത്തോടെ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള നേതാക്കന്മാർ വരണം. അത് പുതിയ നേതാക്കന്മാരെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ കീഴിൽ വന്നവരൊക്കെ തന്നെ ഈ അഴിമതി എങ്ങനെ നടത്താമെന്ന് മാത്രം ചിന്തിക്കുന്ന, എതിരാളികളെ ഏത് വിധത്തിൽ തകർക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ്. അത് മാറണം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി ആ പാർട്ടി മാറി വരണം. MN വിജയൻ പറയുന്ന പോലെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിണറായി വിരുദ്ധരിൽ ഒരുപാട് ആളുകൾ CPM തകരണം എന്നാഗ്രഹിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അവർ കേവലം ഒരു പിണറായി വിരുദ്ധരല്ല, അതിൻ്റെ പിന്നിൽ അത്തരത്തിലൊരു നിഗൂഢ തന്ത്രം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിക്കും അപകടകരം തന്നെയാണ്. CPM നിലനിൽക്കണമെന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. അപ്പം നിലവിൽ പിണറായി അല്ലാതെ അതിനെ നയിക്കാൻ ഒരു നെടുന്തൂണായിട്ട് പിണറായിക്ക് പ്രായമായി, എല്ലാവരും മരണപ്പെടുന്ന പോലെ അദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെടാവുന്നതാണ്. അദ്ദേഹം ഇല്ലാതായാൽ, പിണറായിയുടെ കാലം ഇല്ലാതായാൽ CPMനെ നെടുന്തൂണായിട്ട് നയിക്കാൻ ആരാ ഉള്ളത്? അതായത് പിണറായി വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയെ കൊണ്ടുവന്ന രീതി വെച്ചിട്ട് അതിൻ്റെ താഴെ ആരും ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം. എല്ലാവരെയും അതിൽ രണ്ടാം നിരയെ നേതൃത്വത്തിൽ വരേണ്ട ആളുകളെയൊക്കെ തന്നെ വെട്ടിമാറ്റി നല്ലവരെയെല്ലാം വെട്ടിമാറ്റി. VS അച്യുതാനന്ദനെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും വെട്ടിമാറ്റി. അതാണല്ലോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. അവരെയൊക്കെ വെട്ടിമാറ്റി ഇപ്പോഴുള്ള ഗുണ്ടാ മാഫിയ ബന്ധമുള്ള നേതാക്കന്മാരും അങ്ങനെയുള്ള ആളുകളുമാണ്. അപ്പോൾ അവർ കയ്യിലാണ് ഈ പാർട്ടി ചെന്നുപെട്ടാൽ ഇതിനെക്കാളും ദുർഘടമായിരിക്കും. മാത്രമല്ല കോർത്തിണക്കി എല്ലാവരും കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ഇപ്പോൾ പിണറായി മാത്രം കഴിഞ്ഞാൽ വേറെ ആരാ കോർത്തിണക്കി കൊണ്ടുപോകുന്ന പാർട്ടിയിൽ ആരാ ഉള്ളത്? ഗോവിന്ദൻ എന്ന് പറയുന്നത് മകൻ ഒരു ക്രിമിനൽ കേസിൽ കുടുങ്ങിയ കാര്യങ്ങളെല്ലാം പിണറായിൻ്റെ കൈവശം. അതുകൊണ്ട് ഗോവിന്ദൻ റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. അത്തരം ഉള്ള ആളുകളെയൊക്കെ മാറ്റി ശക്തമായി മുന്നോട്ട് പോകാൻ കഴിവുള്ള ആളുകൾ വരണം. ഇപ്പോഴുള്ള ആരാണ് അതിനുള്ളതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളെ കാണുന്നില്ല ഞാൻ. MA ബേബി എന്ന് പറഞ്ഞാൽ കാട്ടുകളാനാണെന്നുള്ള കാര്യം ഞാനല്ലേ പുറത്തു കൊണ്ടുവന്നത്. അതേ സ്വരയിലേക്ക് കൂടെ നടത്തിയ അഴിമതികളുടെ രേഖകളൊക്കെ ഞാൻ കൊണ്ടുവരും. അധികമായി ഞാൻ കേസ് നടത്തുകയും ആ കേസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് അദ്ദേഹം കോടതി സമ്മതിച്ചില്ലേ. മാത്രമല്ല കവിയൂർ കേസിലെ ആ പാവപ്പെട്ട 15 വയസ്സുകാരിയെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ആളാണ് അദ്ദേഹം കോടതി സമ്മതിച്ചിട്ടുള്ളതല്ല. അങ്ങനെ ആളാണോ വരേണ്ടത്? MA ബേബി അല്ലേ? MA ബേബിയാണ് ഇപ്പം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഇപ്പോഴത്തെ പ്രസ്താവനകളൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ പണ്ടും അയാൾ എല്ലാവരും മുന്നിൽ മാന്യത ചമയുന്ന ഒരാളാണ്. ഇപ്പം പിന്നെയുള്ളത് മുഹമ്മദ് റിയാസ് ആയിരിക്കും. മുഹമ്മദ് റിയാസിനെ കുറിച്ച് നമുക്കറിയാലോ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അദ്ദേഹം എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് വളർന്നത്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കേണ്ട ഒരാളല്ല. മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ഒരു സ്ഥാനം പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ യോഗ്യനല്ല. അദ്ദേഹം വല്ല ഗുണ്ടാ മാഫിയ പാർട്ടീൻ്റെ ഹെഡാക്കി കൊണ്ടിറക്കാൻ പറ്റുന്ന ഒരാൾ മാത്രമാണ്. അല്ലാതെ CPMൻ്റെ നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹം ഗുണ്ടായുസത്തിലൂടെ വന്ന് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ മന്ത്രിയും മരുമകനും ഒക്കെ ആയി തീർന്ന ആളാണ്. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളെ കുടുംബവാഴ്ചയ്ക്ക് എതിരായി നിൽക്കുന്ന പാർട്ടി എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത്? ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് P ജയരാജനെ പോലുള്ള ശക്തനായിട്ടുള്ള നേതാക്കളുണ്ട്, പക്ഷെ അവരെയൊക്കെ ഒതുക്കി. അല്ല, P ജയരാജനെ പോലുള്ള സതുദ്ദേശമുള്ള ഒന്നും സമ്പാദിക്കാത്ത അത്തരം നേതാക്കൾ മുന്നിലേക്ക് വരണം. അവർക്കൊക്കെ അവർ ധാരാളം പീഡനങ്ങൾ വെട്ടേറ്റൊക്കെ ഒരാളാണ് P ജയരാജൻ. അവരൊക്കെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്.
അല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തി കോടിക്കണക്കിന് വിദേശത്ത് ഉണ്ടാക്കിയുള്ള ആൾക്കാരല്ല അവരൊന്നും. അങ്ങനെയുള്ള ആളുകൾ വരണം, രവീന്ദ്രനാഥിനെ പോലുള്ള ആളുകൾ. അത് നല്ല ആളുകളുണ്ട് CPM-ൽ, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എത്രയോ നല്ല ആളുകൾ എന്നോട് ബന്ധപ്പെടുന്നു. സ്വരാജ് ഉണ്ട് കേട്ടോ. സ്വരാജ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. വാ പോയ കോടാലില്ലേ, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ കൊണ്ട് ആരെങ്കിലും മാളികപ്പുറത്തമ്മയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമോ അദ്ദേഹം? അല്ല അതിനപ്പുറം അദ്ദേഹത്തിനൊരു എന്താണ് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അറിവുണ്ട്. പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമാണല്ലോ അവസാനം മാപ്പ് പറയേണ്ട പ്രത്യയശാസ്ത്രമായി മാറിയില്ലേ. വാ പോയ കോടാലി എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് എത്ര ദിവസം ഉണ്ടാവും പാർട്ടി? അപ്പൊ അതായത് ബുദ്ധിരാക്ഷസനാണെന്ന് സ്വയം അഭിനയിച്ച് ആളുകളെ പറ്റിക്കുന്ന ഒരു വിവരമില്ലാത്ത മരക്കഴുതയാണ് അദ്ദേഹം എന്ന് തീർത്ത് പറയാൻ പറ്റും. അപ്പം CPM-ലെ ഒരു കളയായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പോടുകൂടി പറിച്ചു മാറ്റപ്പെടുകയാണെന്നാണ് പറയുന്നത് അല്ലേ? ഈ ഇലക്ഷനോട് തോൽക്കുകയാണെങ്കിൽ, ജയിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. മൊത്തത്തിൽ ജയിക്കുകയാണെങ്കിൽ ഒരു സീറ്റിന് ജയിച്ചാൽ പിണറായി വിജയൻ ഭരിച്ചിട്ട് കുട്ടിച്ചോറാക്കും. അതിനുള്ള കഴിവും സാമർത്ഥ്യം അദ്ദേഹത്തിനുണ്ട്. അതേസമയത്ത് പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി യുഗം തീർന്നു. അദ്ദേഹം ജയിലിലായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ, പാർട്ടിയെ ഇങ്ങോട്ട് ചേർത്ത് എന്ന് പറയുന്ന AKG സെൻട്രൽ BJP-യിൽ കൊടുക്ക് എന്ന് പറയുന്ന കേട്ടില്ലെങ്കിൽ അദ്ദേഹം ജയിലിലായിരിക്കും. പിന്നെ പാർട്ടീൻ്റെ സ്ഥിതി കഴിഞ്ഞു. പാർട്ടി അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും ജയിലിലായിരിക്കും. എന്തായാലും ഈ താങ്കളിപ്പം പറഞ്ഞ ഈ ഒരു കാര്യം ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെങ്കിലും കുറേയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം CPM കേരളത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിണറായി വിരുദ്ധത നിലനിൽക്കുമ്പോഴും CPM തകരണം എന്ന് പറയുന്ന നിഗൂഢ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് CPM കേരളത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. അതിലെ കളകളെ പറിച്ചു കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. CPM അണികൾ എന്ത് തെറ്റ് ചെയ്തു? പിണറായി വിജയൻ പല കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുത്തു, പാർട്ടിയെ കൈക്കലാക്കി, പാർട്ടിയെ മറയാക്കി, അങ്ങനെ സകല കള്ളത്തരങ്ങളും ചെയ്തു. എന്നിട്ട് പാർട്ടി അണികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാർട്ടി അണികൾക്ക് അറിയാൾ കള്ളനാണ്. എന്തായാലും പല ആളുകളുടെയും തെറ്റിദ്ധാരണ ഈ ഒരു വീഡിയോയിലൂടെ മാറും എന്നാണ് വിചാരിക്കുന്നത്. ക്രൈം നന്ദകുമാർ പിണറായി വിരുദ്ധനാണ്, പക്ഷേ ഒരിക്കലും പാർട്ടി CPM വിരുദ്ധനല്ല. അല്ല, അത് 100% അന്നും ഇന്നും പറയുന്നൊരു കാര്യമാണ്. പാർട്ടി നശിക്കരുത്, പാർട്ടി നിലനിൽക്കണം. അത് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങളുടെ ഒരു പാർട്ടിയായിട്ട് വളരണം. ജനങ്ങൾ ഈ കേരളത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച് അതൊരു സാംസ്കാരികമായിട്ടും സമൂഹപരമായിട്ടും ഈ കേരളത്തെ ഡെവലപ്പ് ചെയ്യാനും അത് നയിക്കാനും കഴിവുള്ള പാർട്ടിയുടെ കാലത്ത് നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ജനിച്ച മുതൽ ആ പാർട്ടിയുടെ അംഗമായിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയെ അനുഭാവം പാർട്ടിക്കാരനായിരുന്നു. ഞാൻ പാർട്ടി മെമ്പറായിട്ടില്ല. പാർട്ടിയോട് SFIയിലൂടെയൊക്കെ വളർന്ന്, DYFIയിലൂടെ വളർന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. കുടുംബമൊക്കെ എൻ്റെ ഫാദർ 1948 കാലത്ത് പാർട്ടി മെമ്പറായിരുന്നു. പാർട്ടി നിരോധിച്ച കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് EMS-നെ അടക്കം ഒടുവിൽ താമസിപ്പിക്കാൻ പോയതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഭീകരമായ മർദ്ദനങ്ങളൊക്കെ ഏറ്റുള്ള ഒരാളാണ്. അപ്പോൾ താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനല്ലേ? ഞാൻ കോൺഗ്രസ്സുകാരനല്ല. ഞാൻ ഇതുവരെ കോൺഗ്രസ്സുകാരനായിട്ടില്ല, ആവാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഇപ്പോൾ UDF വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പിണറായി വിജയൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് അന്നും ഇന്നും എന്നും.